A to Z പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളെ പുതിയ ഷോപ്പിൽ നിന്നാണ് വീഡിയോ എടുക്കുന്നത്. റെന്റൽ ഷോപ്പാണ് കേട്ടോ. കലോത്സവ വിവാഹ ആവശ്യങ്ങൾക്കുള്ളതാണ്. ഡ്രസ് കോഡുകൾ, പിന്നെ കലോത്സവത്തിന് ഡാൻസ്, ഒപ്പന എല്ലാ ഇതും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു റെന്റൽ ഷോപ്പാണ്. ഓക്കെ, ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം. A to Z എന്നാണ് നമ്മൾ സ്റ്റേഡിയത്തിന്റെ മുന്നിലാണ് നമ്മളെ ഷോപ്പ് ഉള്ളത് കേട്ടോ. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യുന്നത് പിന്നെ ഡബിൾ ഫ്ലെയറിൽ പിന്നെ എങ്ങനെ നമ്മൾ അംബ്രല കട്ടി ഫ്ലെയർ ഇത് ഗൗൺ അടിക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ആദ്യം ഒരു വ്യക്തിൻ്റെ ലെങ്ത് എടുക്കുക എന്നുള്ളതാണ്. ലെങ്ത്തും പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഈ യോക്ക് ലെങ്ത്തും ആണ് എടുക്കേണ്ടത്. ഒരാളെ ലെങ്ത്തും യോക്ക് ലെങ്ത്തും ചെസ്റ്റും ഷേപ്പുമാണ് വേണ്ടത്. അപ്പോൾ ലെങ്ത്ത് 48ആണ്. 48ലേക്ക് നമ്മൾ 1.5 കൂട്ടിയിട്ട് 49.5 മാർക്ക് ചെയ്യുക ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ യോക്ക് ലെങ്ത്തും കൂടി കണ്ടുവെക്കണം. അപ്പൊ യോക്ക് ലെങ്ത് 12.5 പറഞ്ഞിട്ടുള്ളത്. അപ്പൊ 12.5 മൈനസ് ചെയ്തിട്ട് 49 നമ്മൾ 12.5 മൈനസ് ചെയ്തിട്ടാണ് ചെയ്യേണ്ടത്. അപ്പൊ തുണിനെങ്ങനെ 4ആയിട്ട് മടക്കുക ചെയ്യുന്നത്. മടക്കി വെച്ചതാണ് സൗകര്യാർത്ഥത്തിന് വേണ്ടിയിട്ട്. പിന്നെ ജോർജറ്റിന്റെ ക്ലോത്ത് ആണ് കേട്ടോ. അപ്പൊ ഇതാണ് ഇതിന്റെ സൈഡ് വശം. ഇത് കട്ടിങ് ഇല്ലാത്ത വശം ഇങ്ങോട്ട് മടക്കി മടക്കിയിട്ട് അവരെ ഇവിടുത്തെ ഷേപ്പ്, ഈ യോക്ക് ലെങ്ത്തിന്റെ ഷേപ്പ് റൗണ്ട് 8ആണ്. 8നെ പകുതിയാക്കുക. ഡബിൾ ഫ്ലെയർ ആയതുകൊണ്ട് പകുതിയാക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് 8 അച്ചേക്കൂടെ ഷേപ്പ് റൗണ്ട് അളവെടുത്താൽ മതി. അപ്പൊ അതിന് പകുതിയാക്കുമ്പോൾ നമുക്ക് 4ആണ് കിട്ടുന്നത്. ആ 4 നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തു. ഓക്കെ, 4 മാർക്ക് ചെയ്തിട്ട് 12 നമ്മൾ മൈനസ് ചെയ്യുക ചെയ്യണത്. 12.5 മൈനസ് ചെയ്തിട്ട് 49.5, 48 പ്ലസ് 1.5, അപ്പൊ 49.5 നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തു കേട്ടോ. ഓക്കെ, ഒന്നുകൂടെ പറയാം. ഷേപ്പിന്റെ റൗണ്ടിനെ 8 ഭാഗമാക്കുകയാണ്. ഷേപ്പ് റൗണ്ട് 32ആണ്. 32നെ 4 ഭാഗമാക്കുമ്പോഴാണ് 8 കിട്ടുന്നത്. 8 ഭാഗമാക്കുമ്പോൾ 4ആണ് കിട്ടുന്നത്. ആ 4ആണ് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തത്. ഇത് ഡബിൾ ഫ്ലെയർ ആയതുകൊണ്ടാണ് 4 ഭാഗമാക്കുന്നത്. സിംഗിൾ ഫ്ലെയർ ആണെങ്കിൽ 8 ഭാഗം. സോറി, സിംഗിൾ ഫ്ലെയർ ആണെങ്കിൽ 4 ഭാഗവും, ഡബിൾ ഫ്ലെയർ ആകുമ്പോൾ 8 ഭാഗവും ആക്കും കേട്ടോ. അപ്പൊ നമ്മൾ ആ 4 ഇവിടെ മാർക്ക് ചെയ്തു. എന്നിട്ട് അവിടെ നമ്മൾ വരച്ചു. അതിൽ നിന്ന് 12.5 മൈനസ് ചെയ്തു. പിന്നെ നമ്മൾ 48 പ്ലസ് 1.5, 49.5 ഇവിടെ കണ്ടു. ഇത് സിംഗിൾ ആണെന്നുണ്ടെങ്കിൽ 8 ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ എവിടെയാണോ 8 കിട്ടണ്, ആ 8ൽ നിന്നാണ് നമ്മൾ 12.5 മൈനസ് ചെയ്തിട്ട് 49.5 കാണുന്നത്. അങ്ങനെ വരുമ്പോൾ 8 ഇവിടെ വരുമ്പോൾ 12 ഇവിടെയാണ് വരിക. ഓക്കെ, അപ്പൊ 49.5 താഴോട്ടാണ് വരിക. അപ്പൊ ഇവിടെ പീസ് ഇട്ടോട്ട് ചെയ്യേണ്ടി വരും. അത് സിംഗിൾ ഫ്ലെയർ ആണെങ്കിൽ. ഡബിൾ ഫ്ലെയർ ആവുമ്പോൾ നമുക്ക് പിന്നെ മേലോട്ട് കയറാണ്. 8ന്റെ പകുതി മതി. അപ്പൊ 4ആണ്. ആ 4 നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് 12 ഇവിടെയാണ് നമ്മൾ മൈനസ് ചെയ്യുന്നത്. ഓക്കെ, 12 മൈനസ് ചെയ്തിട്ട് 49 നമുക്ക് ഇവിടെ കിട്ടിട്ടോ. പിന്നെ നമ്മൾ ഇതിനെ റൗണ്ട് ചെയ്യുക ചെയ്യണത്. അപ്പൊ ഇവിടുന്ന് ഇത് എത്ര അളവുണ്ട് നോക്കുക. 41.5 അളവുണ്ട്. ആ 41.5 നമ്മൾ ഇങ്ങനെ ടാപ്പ് 41.5 പിടിച്ചിട്ട് കണ്ടോ, ഇതൊക്കെ നമ്മൾ മാർക്ക് ചെയ്തതാണ്. ഇതങ്ങനെ മാർക്ക് ചെയ്യട്ടോ. ഓക്കെ, ഇത് നമ്മൾ കട്ട് ചെയ്യാം. കട്ട് ചെയ്യുമ്പോൾ മുകൾ ഭാഗം ആദ്യം കട്ട് ചെയ്യാം. പിന്നെ നമ്മൾ ഇവിടെയും കട്ട് ചെയ്യാം. ഈ ഡബിൾ ഫ്ലെയർ ആകുമ്പോൾ ഒരു ഗുണം എന്താന്ന് വെച്ചാൽ ഈ താഴെ പീസ് ഇട്ട് കൊടുക്കണം. 44 ഇഞ്ച് വീതിയുള്ള ക്ലോത്ത് ആണെങ്കിലും താഴെ പീസ് ഇട്ട് കൊടുക്കാതെ ചെയ്യാൻ കഴിയും. പക്ഷെ സിംഗിൾ ഫ്ലെയർ ആകുമ്പോൾ നമുക്ക് എന്തായാലും താഴെ പീസ് ഇട്ട് കൊടുക്കണം. അപ്പോൾ അത് കുറച്ച് എൻ്റെ ഒരു ഇതെന്താന്ന് വെച്ചാൽ എനിക്ക് തോന്നുക ഇതായിരിക്കും കുറച്ചും കൂടെ ഭംഗിയും ബെറ്ററും എന്നാണ്. ഓക്കെ, ഇനി ഇതേപോലത്തെ ഒരു പീസും കൂടി നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഈ അളവിൽ തന്നെ ഒരു പീസും കൂടെ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പൊ ഇനി നമ്മൾ വീണ്ടും ഒരു പിന്നെ താഴ്ഭാഗത്തേക്കുള്ള യോക്ക് കഴിച്ചിട്ട് താഴ്ഭാഗത്തേക്കുള്ള ഫ്ലെയറും കൂടി കട്ട് ചെയ്യാണ്. അപ്പൊ ഡബിൾ ഫ്ലെയർ ആണെന്ന് പറയാൻ കാരണം അതാണ്. രണ്ട് പീസ് വേണോ, അപ്പോഴാണ് നല്ല ഫ്ലെയറിൽ നിൽക്കട്ടോ. അതിനാണ് നമ്മളിവിടെ 8 കുറക്കേണ്ട സ്ഥലത്ത് 4 ആക്കിയിട്ട് കട്ട് ചെയ്തത്. ഇവിടെ ഷേപ്പ് റൗണ്ടിൽ നമ്മൾ 8 ചെയ്യേണ്ടടുത്ത് 4 ആക്കി ചെയ്തത്. ഇത് 8 ഭാഗം വരുന്നത് കാരണമാണ്. ഓക്കെ, ഇനി ഇതും നമ്മൾ ഇതേപോലെ 12നെ മൈനസ് ചെയ്തു. 49.5 എടുത്തു. ഇവിടെ മാർക്ക് ചെയ്തു. എന്നിട്ട് ഇവിടുന്ന് എത്ര ഉണ്ട് നോക്കുക. ഇവിടുന്ന് ഇങ്ങോട്ടുള്ള അളവ് 41.5. ആ 41.5 ടൈപ്പ് പിടിച്ചു 41.5 നമ്മൾ മാർക്ക് ചെയ്തു.
വീണ്ടും മാർക്ക് ചെയ്തു. ഇതേപോലെ മാർക്ക് ചെയ്യട്ടോ. 2 പീസ് കട്ട് ചെയ്യാണ്. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ലൈനിങ് ആണ് കട്ട് ചെയ്യുക. ഇത് ഡബിൾ ഫ്ലെയർ ആയതുകൊണ്ട് ഇത് നമ്മൾ 6 മീറ്റർ തുണിയാണ് കേട്ടോ ഇതിനെടുത്തിട്ടുള്ളത്. 6 മീറ്റർ ക്ലോത്ത് കൊണ്ടാണ് നമ്മളിത് ചെയ്യണത്. അപ്പൊ ഇത് രണ്ടും താഴ്ഭാഗത്തേക്കുള്ള ഫ്ലെയർ ആണ് കേട്ടോ. ഇനി യോക്കാണ് നമ്മൾ ചെയ്യണത്. കണ്ടോ, ഇത് ഒരു സൈഡിക്ക് മാത്രമാണ് ഇത് വരിക. ഓക്കെ, അതേപോലെ ബാക്ക് ഭാഗത്തും ഇതൊന്ന് നിവർത്തി കാണിക്കാം. ഇത് മാത്രം ഫ്രണ്ടിൽ വരുമ്പോ ഇതേപോലെ ബാക്കിലും വരുമ്പോ നല്ല ഭംഗി ഉണ്ടാവും. ഇത് ജോർജറ്റ് ക്ലോത്തിലാണ് കേട്ടോ ചെയ്യണത്. അപ്പൊ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ 6 മാസത്തെ ഓൺലൈൻ ക്ലാസ് ഉണ്ട്. ചുരിദാർ, മാക്സി, ബ്ലൗസ്, ഫ്രോക്ക് എന്ത് വേണേലും പഠിക്കാം. ശരീരം അളവെടുത്ത് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ പഠിപ്പിക്കും. റെക്കോർഡഡ് വീഡിയോകളാണ്. നിങ്ങൾ എപ്പോഴാണോ ഫ്രീ ആ സമയത്തൊക്കെ വീഡിയോ കാണാം. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും വിളിച്ചാൽ മതി. ലൈവ് ക്ലാസ് തരും. എല്ലാവർക്കും സ്റ്റിച്ചിങ് അറിയാം, കട്ട് ചെയ്യാൻ പേടിയാണ്. അപ്പൊ നിങ്ങൾ കട്ട് ചെയ്യാൻ ഭയപ്പെടുന്നവരും കുറച്ച് സ്റ്റിച്ചിങ് അറിഞ്ഞിട്ട് ഒരു തൊഴിൽ ചെയ്യാൻ കഴിയാതെ പിന്നെ കോൺഫിഡന്റ് ഇല്ലാതിരിക്കുന്നവർക്കും ഏറ്റവും മികച്ച ക്ലാസ് നമ്മൾ തരും കേട്ടോ. 500 രൂപ അഡ്മിഷൻ ഫീ മാത്രം അടച്ചാൽ മതി. അതിൽ ചുരിദാർ, മാക്സി, ബ്ലൗസ്, ഫ്രോക്ക് എല്ലാം ഉണ്ടായിരിക്കും. സാധാ പാന്റ്, പലാസ, സ്ട്രൈറ്റ് പാന്റ്, പാട്യാല, ചുരി ബോട്ടം, പിന്നെ ഓപ്പൺ ഉള്ള ടോപ്പ് ഇല്ലാതെ ലൈനിങ് വെച്ചിട്ട് വെക്കാതെ പേപ്പർ ക്യാൻവാസിൽ നെക്ക് വരച്ചിട്ട് പെർഫെക്ഷനോടുകൂടെ എങ്ങനെ ഒരാളെ ശരീരം അളവെടുത്ത് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മളെ ക്ലാസ്. അപ്പോൾ നമ്മളിപ്പോൾ നിലവിൽ നമുക്ക് ഒരുപാട് സ്റ്റുഡന്റ് ഉണ്ട്. നമുക്ക് ജില്ലകളിലുള്ള മൊത്തം ജില്ലകളിൽ നിന്നും സ്റ്റുഡന്റ് ഉണ്ട്, പുറത്തുനിന്നുണ്ട്. അപ്പോൾ എല്ലാവരും നല്ലൊരു ഫീഡ്ബാക്കാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. അതിന്റെയും കൂടി അടിസ്ഥാനത്തിൽ ഞാൻ പറയാണ്, കട്ട് ചെയ്യാൻ ഭയമുണ്ടോ A to Z തയ്യൽ പരിശീലന കോഴ്സിലേക്ക് കടന്നു വരൂ. തീർച്ചയായിട്ടും നല്ല ഏറ്റവും മികച്ച രീതിയിൽ ഒരു സ്റ്റിച്ചിങ് പഠിച്ച് പുറത്തേക്ക് ചെയ്യാനുള്ള തൊഴിലവസരത്തിനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കി തരും. ഏത് സമയത്തും ഡൗട്ട് ക്ലിയർ ചെയ്യാൻ നമ്മൾ കൂടെ ഉണ്ടാവും. ഓക്കെ, പാന്റ്, ഷർട്ട്, കോട്ട്, സ്കേർട്ട്, ആരി വർക്ക് എല്ലാം പഠിക്കാം. ഏത് വേണമെങ്കിലും വരാട്ടോ. ലൈനിങ് ആട്ടോ അടുത്ത് കട്ട് ചെയ്യണത്. അപ്പൊ ലൈനിങ് ഞാൻ പറഞ്ഞു സിംഗിൾ ഫ്ലെയറിലാണ് ലൈനിങ് കട്ട് ചെയ്യുക. അപ്പൊ നമ്മള് ലെങ്ത് 49.5 അല്ലേ നേരത്തെ എടുത്തത്, അതിൽ നിന്ന് 2 ഇഞ്ച് കുറച്ച് ചെയ്യാട്ടോ. അപ്പൊ 47.5, ഇനി 1.5 ഇഞ്ച് കുറച്ചാൽ തുമ്പ് കുറച്ചാൽ മതി. അപ്പൊ 1.5 ഇഞ്ച് കുറക്കാം. അപ്പൊ 48. അപ്പൊ 48 ഇഞ്ച് ഇറക്കം നോക്കട്ടെ ആദ്യം. അപ്പൊ 48 ഇഞ്ച് ഇറക്കം. അത് നമ്മൾ 12.5 ഇഞ്ച് മൈനസ് ചെയ്യുക ചെയ്യണത്. അപ്പൊ 12 മൈനസ് ചെയ്യുന്ന സ്ഥലത്ത് നമുക്ക് 8 ഇഞ്ചാണ് നമ്മള് ഷേപ്പിന്റെ റൗണ്ട് പറയുന്നത്. നേരത്തെ 4 ഇഞ്ച് എടുക്കാൻ കാരണം ഡബിൾ ഫ്ലെയർ ആയതുകൊണ്ട്, അത് സിംഗിൾ ആയതുകൊണ്ട് 8 ഇഞ്ച് എടുക്കുക. അപ്പൊ 8 ഇഞ്ച് നമ്മൾ ഇവിടെ എടുക്കുകയാണ് കേട്ടോ. 8 ഇഞ്ച് കണ്ടോ, 8 ഇഞ്ച് എടുത്തു. എന്നിട്ട് പിന്നെ നമ്മളിവിടെ 12 മൈനസ് ചെയ്തു കേട്ടോ. 12 മൈനസ് ചെയ്തിട്ട് 48 ഇഞ്ച് മാർക്ക് ചെയ്ത്. ഓക്കെ, അപ്പൊ സിംഗിൾ ഫ്ലെയറിൽ സ്റ്റിച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ അതിന്റെ പാറ്റേൺ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഓക്കെ, ഡബിൾ ആവുമ്പോഴാണ് അതുപോലെ ഉണ്ടാവുക കേട്ടോ. അപ്പൊ ഇത് രണ്ടും ഉൾപ്പെടുത്തിയിട്ട് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ലൈനിങ്ങും കൂടെ നമ്മള് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് എത്രയുള്ളത് നോക്കുക. ഇവിടുന്ന് ഇങ്ങോട്ട് 45ആണ്. ടാപ്പ് പിടിക്കും. അപ്പൊ 45 നമ്മള് മാർക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ ഇവിടെ പീസ് വരും. ഇപ്പൊ ഡബിൾ ഫ്ലെയർ ആയതുകൊണ്ടാണ് അതിന് പീസ് വരാതിരുന്നത്. 60 ഇഞ്ച് തുണിന്റെ വീതിയുള്ള തുണി അല്ല, 44 വീതി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പീസ് വരും കേട്ടോ. വീഡിയോ കാണുന്ന എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. സ്കിപ്പ് ചെയ്യാതെ കാണുക, മാക്സിമം ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇനി നമ്മള് ഇവിടെ കട്ട് ചെയ്യണം. ഇനി നമ്മൾ ഇവിടുത്തെ ഒരു പീസ് കണ്ടെത്തുക കേട്ടോ. അപ്പൊ ഇവിടുത്തെ പീസ് ഇതിവിടെ കട്ടിങ് ഇല്ലാത്ത പീസാണ്. അപ്പൊ കട്ടിങ് ഇല്ലാത്ത പീസാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പൊ നമ്മള്
അപ്പൊ നമ്മൾ ഇനി ഈ പീസാണ് കൊടുക്കുക. ഈ പീസ് പിന്നെ ഒരു കാരണവശാലും ഈ ക്രോസ് ആയ ഭാഗം ഇത് അല്ല ഇങ്ങോട്ട് വരുന്നത്. ഇവിടെ സ്ട്രൈറ്റ് ആയിട്ടാണ് ഉള്ളത്. അപ്പൊ സ്ട്രൈറ്റ് ആയ ഭാഗമാണ് കൊടുക്കേണ്ടത്. കട്ടിങ് ഇല്ലാതെ മടക്കി കൊടുക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഭാഗമാണ് ഉപയോഗപ്പെടുത്തുന്നത്. ഓക്കെ, ഇങ്ങനെ. അപ്പൊ താഴോട്ട് വെക്കുക. ഇതിന്റെ താഴ്ഭാഗത്തേക്ക് ഇങ്ങനെ വെക്കുക. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇവിടെ ഒരു 1/2 ഇഞ്ച് തുമ്പുണ്ടായാൽ മതി കേട്ടോ. 1/2 ഇഞ്ച് തുമ്പില് ഇതിനെ കട്ട് ചെയ്തെടുക്കുക. ഓക്കെ, ഈ പീസാണ് നമ്മൾ ഇവിടെ വെക്കട്ടോ. ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ശേഷം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ക്ലിയർ ചെയ്ത് കൊടുക്കുക. അപ്പോ താഴ്ഭാഗത്തെ ഫ്ലെയറിന്റെ എല്ലാ കട്ടിങ്ങും ലൈനിങ്ങും ഒക്കെ ഞാൻ കാണിച്ചു. ഇനി ഇൻഷാല്ല യോക്ക് കാണിക്കാം കേട്ടോ. അപ്പൊ നമ്മൾ ഇനി യോക്കാട്ടോ ചെയ്യണത്. യോക്ക് നമ്മൾ കട്ട് ചെയ്ത പീസിൽ ഏറ്റവും വേസ്റ്റായി നിൽക്കുന്ന ഭാഗമാണ് എടുക്കേണ്ടത് കേട്ടോ. അങ്ങനെ ആവുമ്പോ നമുക്ക് ബാക്കി ഭാഗം കൊണ്ട് കൈ എടുക്കാൻ കഴിയും. പിന്നെ അതേപോലെ പിന്നെ എന്തെങ്കിലും കുട്ടികൾക്ക് ചെയ്യാനൊക്കെ കഴിയും. അപ്പൊ എപ്പോഴും തുണി വേസ്റ്റ് ആക്കാതെ നോക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ 12 ലെങ്ത് എടുത്ത് 12ക്ക് 1 കൂട്ടിയിട്ട് 13.5 എടുക്കുക കേട്ടോ. 13.5. പിന്നെ നമ്മൾ 7 ഇഞ്ച് ഷോൾഡർ ആണ്, 7 ഇഞ്ച് മാർക്ക് ചെയ്തു. ഓക്കെ, പിന്നെ ആംഹോള് ചെസ്റ്റ് അളവിന്റെ ടൈറ്റ് അളവിന് 6 ഭാഗമാക്കിയിട്ടാണ് നമ്മൾ ആംഹോള് കാണുന്നത്. അപ്പൊ ആംഹോള് 5.5 ഇഞ്ച് മാർക്ക് ചെയ്തു. പിന്നെ ചെസ്റ്റ് 8.5 ഇഞ്ച് മാർക്ക് ചെയ്തു. അതിലേക്ക് 1 ഇഞ്ച് തുമ്പ് കൂട്ടി. പിന്നെ ഷേപ്പ് 8 ഇഞ്ചും മാർക്ക് ചെയ്തു കേട്ടോ. ആളെ ബോഡി 8ഉം പിന്നെ 1 ഇഞ്ച് തുമ്പും. ഓക്കെ, അപ്പൊ നമ്മള് ഇത് കട്ട് ചെയ്യാം. അപ്പൊ ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞില്ലല്ലോ, ഇവിടെ നമ്മളൊരു 3/4 ഇഞ്ച് മേലോട്ട് ഷേപ്പ് ചെയ്യുക. ഈ പകുതിയിൽ നിന്ന് ഇങ്ങോട്ടൊരു 3/4 ഇഞ്ച് ഷേപ്പ് ചെയ്യുക. ഇത് എന്തിനു വേണ്ടിയിട്ടാ? സൈഡ് തൂങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ ഇത് ഫ്രണ്ട് ഭാഗം മാത്രമാണ് ഇപ്പൊ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഇതേപോലെ ബാക്ക് പീസ് കൊടുക്കുക. ബാക്ക് പീസ് എടുക്കുന്ന സമയത്ത് ബാക്കിൽ സിബാണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ 1/2 ഇഞ്ച് കൂടുതൽ എടുക്കട്ടോ. ഇതിനേക്കാളും 1/2 ഇഞ്ച് കൂടുതൽ കൊടുക്കുക. ഇവിടെ വെട്ടിട്ട് കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ ബാക്ക് പീസ് ആണ് കേട്ടോ കട്ട് ചെയ്യണത്. ബാക്ക് പീസ് ഞാൻ പറഞ്ഞു സിബ് വെക്കാൻ വേണ്ടി 1/2 ഇഞ്ച് പുറത്തോട്ട് വെക്കണമെന്ന്. ആ 1/2 ഇഞ്ച് പുറത്തോട്ട് വെച്ചതാണിത് കേട്ടോ. ഇനി നമ്മൾ ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഇനി ബാക്ക് പീസ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. താഴ്ഭാഗത്ത് ഈ 2 പീസാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അതിങ്ങനെ ഒന്നിച്ച് വെച്ചുകാണ്ട് കട്ട് ചെയ്താലും മതി. അപ്പൊ എത്രത്തോളം നമുക്ക് തുണിനെ സേവ് ചെയ്ത് ചെയ്യാൻ കഴിയും നോക്കുക. അങ്ങനെ ചെയ്യട്ടോ. ഇനി നമ്മൾ കൈയാണ് എടുക്കട്ടോ. നെക്സ്റ്റ് ഇതിന്റെ അതേ അളവിൽ ലൈനിങ് കട്ട് ചെയ്യുക. പിന്നെ നമ്മൾ കൈയാണ് നോക്കട്ടോ. അപ്പൊ ഇനി നമ്മൾ കൈയാട്ടോ ചെയ്യണത്. കൈ ലെങ്ത് നല്ല ഫുൾ കൈ ആയിട്ടാണ് ചെയ്യാനുള്ളത്. അപ്പൊ നമ്മളൊരു 20 കൈയിന്റെ ഇറക്കം. അപ്പൊ അതിലേക്ക് നമ്മള് 1 കൂട്ടണം. അപ്പൊ 21 കേട്ടോ. 21 ഇഞ്ച് ലെങ്ത്. ഓക്കെ, പിന്നെ നമ്മൾ ചെയ്യണത് ചെസ്റ്റിന്റെ ടൈറ്റ് അളവ് ഹരിക്കണം 4. 32നെ 4 കൊണ്ട് ഹരിച്ചിട്ട് 30നെയാണ് 4 കൊണ്ട് ഹരിക്കണത്. 30 ചെസ്റ്റ് അളവ്. അപ്പൊ 7.5 കേട്ടോ. അപ്പൊ അതാണ് നമ്മള് കൈയിന്റെ വിടുത്ത് എടുക്കുക കേട്ടോ. പിന്നെ നമ്മള് ഇതിനെ ഷേപ്പ് ചെയ്യണത് ചെസ്റ്റ് അളവ് ഹരിക്കണം 10 കൊണ്ടാണ് കേട്ടോ. അപ്പൊ 3 ഇഞ്ചാണ് നമ്മൾ ഷേപ്പ് ചെയ്യണത്. ഓക്കെ, കൈയിന്റെ അടിവശം ഒരു 4.5 ഇഞ്ച്. അതിലേക്ക് 1 ഇഞ്ച് തുമ്പ് കൂട്ടി.
അപ്പോൾ നമ്മൾ കൈയിൻ്റെ ലെങ്ത് എടുത്തു, വിഡ്ത്ത് എടുത്തു, ഷേപ്പ് ചെയ്തു, അടിലൂസ് എടുത്തു, തുമ്പെടുത്തു. ഓക്കെ, അപ്പോൾ കൈ ഓക്കെ ആയിട്ടോ. അപ്പോൾ ഇതിൽ പറഞ്ഞതുപോലെ നിങ്ങളൊരു ഡബിൾ ഫ്ലെയറിൽ ഒരു ഗൗണ് ചെയ്തിട്ട് കമന്റ് ചെയ്യണം. ഓക്കെ, നമുക്ക് പിന്നെ കൈയിന്റെ അളവില് മിക്ക ആൾക്കാർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, എങ്ങനെ ഇവിടുത്തെ വീതി കറക്റ്റ് ആവുകയെന്ന്. അപ്പോൾ വീതി കറക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ ചെസ്റ്റിന്റെ ടൈറ്റ് അളവ് ഹരിക്കണം 4 കൊണ്ട് ചെസ്റ്റിന്റെ ടൈറ്റ് അളവിന് ഹരിച്ചിട്ട് കിട്ടുന്ന വീതിയിൽ കൈ കറക്റ്റ് ആയിരിക്കും. നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്യൂ, എന്നിട്ട് കമന്റിൽ അറിയിക്കൂ കേട്ടോ. ഇത് ലൈനിങ് വെക്കണ കൈ ആയതുകൊണ്ടാണ് 1 ഇഞ്ച് എടുത്തത്. ലൈനിങ് ഇല്ലെങ്കിൽ നമ്മൾ 1.5 ഇഞ്ച് തുമ്പെടുക്കും. ഓക്കെ, അപ്പൊ നമ്മൾ കൈ കട്ട് ചെയ്തു, ബോഡി കട്ട് ചെയ്തു, താഴ്ഭാഗത്തെ ഫ്ലെയർ കട്ട് ചെയ്തു. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇതേപോലെ ചെയ്തു നോക്കിയിട്ട് കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് നെക്സ്റ്റ് വരും. അസ്സലാമു അലൈക്കും.